ആത്രേയൻ പുത്രനോട് പറയുന്നൊരു ഭാഗമുണ്ട്. പുത്ര, രോഹിണി നക്ഷത്രത്തെ നോക്കിയില്ലേ നീ? കാലവ്യാപത്ത് സമീപിക്കുന്നതിന്റെ ലക്ഷണം കാണുന്നു. പുത്ര, ഔഷധങ്ങൾ നേരത്തെ ശേഖരിക്കണം. ജനപദധ്വംസനം അടുത്തിരിക്കുകയാണ്. വൈദ്യന്റെ കടമയാണ്. ആത്രേയ വചനമാണ്. ജനപദധ്വംസനം വരാതിരിക്കാൻ, കാലത്തിലേക്ക് ദൂഷ്യം പോകാതിരിക്കുവാൻ ആകാശവും ശബ്ദവുമാണ് ശ്രദ്ധിക്കേണ്ടത്. സുശ്രുതൻ ഇവിടെ ദുന്ദുഭി അധ്യായത്തിൽ ഒരു പദ്ധതി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ദുന്ദുഭി എന്ന് പറഞ്ഞാൽ പെരുമ്പറ എന്നാണ് അർത്ഥം. കേട്ടിട്ടുണ്ടോന്നറിയില്ല. പഴയ കാലത്ത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു കലം, നല്ലൊരു കലം, അടിയിൽ തോല് പൊതിഞ്ഞ് തോലേന്നൊരു ചരട് നീട്ടിപ്പിടിച്ച് ഒരു സ്ത്രീ കാല് നീട്ടിയിരുന്ന് കലം സൈഡിലേക്ക് വെച്ച് അവളുടെ തള്ളവരലിലേക്ക് അതിന്റെ ചരട് നീട്ടി പിടിപ്പിച്ചിട്ട് ഒരു കല്ല് പോലുള്ളൊരു പദാർത്ഥം കൊണ്ട് ആ ചരടിൽ അടിച്ച് പാടുന്നൊരു പാട്ടുണ്ട്. പുള്ളുവൻ പാട്ടെന്നാണ് പറയുക. പറയൻ പാട്ടും പുള്ളുവൻ പാട്ടും രണ്ട് പാട്ടുകളാണ്. കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല. ഒരു വീണയിൽ ചരട് വലിച്ചു കെട്ടി വീണ വായിക്കുന്നതും കേട്ടിട്ടുണ്ടാവും. അവളുടെ ഭർത്താവോ മകനോ സഹോദരനോ ആരെങ്കിലും. കേട്ടിട്ടില്ല. വീണ കുഞ്ഞെ നിനക്ക് എത്ര മാസമായി എന്നൊക്കെ ചോദിച്ചു. കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഞാനും പടാലല്ല പറഞ്ഞ. വീടുകൾ ബാംഗ്ലൂരൊക്കെ പോയി താമസിച്ചവർക്ക് മനസ്സിലാവില്ല. ഇത് നാട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞ. ഇപ്പോഴും അപൂർവം ചില ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാവും. ഏതായാലും നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ട്. പുള്ളുവൻ പാട്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിലെ കല്ല് ഔഷധം കൊണ്ടുണ്ടാക്കിയ കല്ലാണ്. ആ ചരട് ഔഷധങ്ങൾ അരച്ചു പുരട്ടി ഉണക്കിയതാണ്. അതിന് ചുറ്റിയിരിക്കുന്ന തോലും ഔഷധം കൊണ്ട് കവർ ചെയ്തതാണ്. കലവും ഔഷധം അരച്ച് പല പ്രാവശ്യം പുരട്ടി ഉണങ്ങിയെടുത്തതാണ്. ആ പാട്ടിലെ ഒരു ഈരടി, എൻ്റെ ഈ നാദം എവിടം വരെ വരുന്നുവോ അതിനപ്പുറത്തേക്ക് പിശാചങ്ങളെ, രാക്ഷസങ്ങളെ നിങ്ങൾ ഓടി ഒളിച്ചു കൊള്ളുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ത്യമാണ്. നിങ്ങളുടെ തലമുറ അന്ധവിശ്വാസമെന്ന് നശിപ്പിച്ച ഒന്ന് സുശ്രുതൻ പറയുന്ന ദുന്ദുഭി അധ്യായത്തിലെ ശബ്ദം കൊണ്ട് ആകാശത്തെ ശുദ്ധീകരിച്ച് ജനപദധ്വംസനത്തെ തടയുന്നതിനുള്ള ഒരു വിപുല പദ്ധതിയായിരുന്നു എന്ന് എത്രത്തോളം ഇന്ന് ആധുനികർക്കറിയും. വളരെ നിസ്സാരമായ ചെലവിൽ, ഒരു 5 രൂപ ദക്ഷിണയിൽ ഒരു നാടിന്റെ വാതാവരണം മുഴുവൻ, അന്തരീക്ഷം മുഴുവൻ നിസ്സാരമായി ശുദ്ധിയാക്കി പോകുന്ന ജനകീയ ഔഷധ നയത്തിന്റെയും ജനകീയ ആരോഗ്യ നയത്തിന്റെയും മുന്നണി പോരാളികളായിരുന്ന ഒരു ജനതയെ തമസ്കരിച്ച് നിങ്ങൾ പാൻറ്റും കോട്ടും ഇട്ട് സ്റ്റെതസ്കോപ്പും തൂക്കി നടന്നിട്ട് ഈ നാടിൽ എന്ത് ആരോഗ്യമുണ്ടായി? വസ്തുതകളോട് പൊരുത്തപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിക്കും. ഒരു നായാടിയുടെ ദുന്ദുഭിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നാദ തന്മാത്രയ്ക്ക് അണുകങ്ങളുടെ അമിനോ അമ്ലങ്ങളെ വേർതിരിച്ചു മാറ്റി മാനവ സമൂഹത്തിന് ആരോഗ്യം നൽകുവാൻ സംഭാവന ചെയ്ത ഭാവതലങ്ങൾ പോലും സംഭാവന ചെയ്യാൻ ഇത്രയും ലക്ഷം രൂപ ചെലവാക്കി പഠിച്ചിട്ട് നിങ്ങൾ കുറെ ട്രെയിനിൽ സഞ്ചരിച്ചുവെന്നോ പ്രേമിച്ചുവെന്നോ കെട്ടിപ്പിടിച്ചുവെന്നോ കുറെ പൈസ സമ്പാദിച്ചുവെന്നോ അല്ലാതെ കാലണയുടെ അറിവുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ നാട് ലജ്ജാവഹമല്ലേ?
പറഞ്ഞ ഏതെങ്കിലും വാക്ക് പിൻവലിക്കണമെങ്കിൽ ഞാൻ പിൻവലിക്കാം. ഏത് വാക്കും ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിക്കാം. തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അല്ല എന്നല്ല പറഞ്ഞ ആ വാക്ക് ഞാനിങ്ങ് എടുത്തോളാമെന്നാ പറഞ്ഞു. അല്ല, കാരണം ക്ഷമയോഗ്യാവല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ശരിയാണെങ്കിൽ നമ്മളൊരു തിരുത്തലിന് വിധേയമാകേണ്ട കാലമായി. ശരിയാണ്, ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ? വ്യക്തമായി നിങ്ങൾക്ക് ആ ഈരടികൾ പഠിച്ചു നോക്കാം. സുശ്രുതം ഈ അധ്യായം നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. ചരകം വിമാനസ്ഥാനം പഠിച്ചു നോക്കാം. വിമാനസ്ഥാനമൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ ജനപദധ്വംസനം കണ്ടതാണ്. അവിടെ വരെ ആയില്ല, എന്നാലും ഹെഡിങ്ങെങ്കിലും കണ്ടു. അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, അറിവിനെ എങ്ങനെയാണ് ജനകീയമായ ഒരു രാജ്യം സമീപിച്ചത്. എങ്ങനെയാണ് ഔഷധങ്ങളെയും ഔഷധ വീര്യങ്ങളെയും രൂപപ്പെടുത്തിയത്. എങ്ങനെയാണ് സാഹിത്യം, കല ഇവയെ എല്ലാം ഉപയോഗിച്ചതിനെ തമസ്കരിച്ചത്. എന്തായാലും ഞാൻ പറഞ്ഞ കാലഘട്ടങ്ങളിലെ നോവലുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ചിലരെങ്കിലും. പറഞ്ഞത് ശരിയുണ്ട്. അതിനകത്ത് മലമ്പനിയാണ്. അതാണ് എൻ്റെ സബ്ജക്റ്റ്. അതാണ്. അപ്പൊ അതുകൊണ്ട് ദോഷം, ദൂഷ്യം ഇവയെക്കുറിച്ചുള്ള നല്ല പഠനങ്ങൾ അവിടെയുണ്ട്. ദേഹത്തെ ധരിക്കുന്നത് കൊണ്ടാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. രസരക്താദികളെ ദുഷിപ്പിക്കുന്നത് കൊണ്ടാണ് ദോഷങ്ങൾ എന്ന് പറയുന്നത്. അതിലുപരി സ്രോതസ്സുകളെ മലിനീകരിക്കുന്നത് കൊണ്ടാണ് മലങ്ങൾ എന്ന് പറയുന്നത്. സമഗ്രമായി ശരീരത്തെ എടുക്കുമ്പോൾ ദോഷങ്ങൾ, ദൂഷ്യങ്ങൾ, മലങ്ങൾ. മലങ്ങൾ സ്വച്ഛന്തമായിരിക്കുക, സ്രോതസ്സുകൾ മലങ്ങൾ കൊണ്ട് രോധം വരാത്തവയായിരിക്കുക. ധാതുക്കൾ സമമായിരിക്കുക, ദോഷങ്ങൾ സമമായിരിക്കുക. ഇതാണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള ആയുർവേദത്തിന്റെ അവിതർക്കിതമായ കാഴ്ചപ്പാട്. അതിലെ വാദം ചലന സ്വഭാവിയാണ്. വായു പ്രേരകനും പൂരകനുമാണ്. പ്രേരിപ്പിക്കുന്നതും പൂരിപ്പിക്കുന്നതും ദേഹത്തിനുള്ളിലും പുറത്തും പൂരണം ചെയ്യുന്നത് കൊണ്ടാണ് പൂരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞത്. ഈ പ്രേരകനായ വായുവിന് ദോഷത്വവും മലത്വവും ഇല്ല. പിന്നെ ഉള്ളത് പൂരകനായ വായുവിനാണ്. അതും ചികിത്സയിൽ തിരിച്ചറിയണം. വായുവിൻ്റെ രണ്ട് ധർമ്മങ്ങളാണ് പ്രേരകഭാവവും പൂരകഭാവവും. പൂരകന് മാത്രമാണ് ദോഷത്വവും മലത്വവും ഉള്ളത്. ആത്മാനം തുടങ്ങിയ ഉപദ്രവങ്ങളിൽ വർദ്ധിക്കുന്നതും അപതന്ത്രകം മുതലായ വാതരോഗങ്ങളിൽ
ഇച്ഛാധീനങ്ങളും അനിച്ഛാധീനങ്ങളുമായ ദേഹചലനങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന വ്യാധികളിലും പ്രേരകവായുവിനാണ് സംബന്ധമുള്ളത്. അപ്പോഴൊക്കെ അതിന് കർമ്മവൈഷമ്യം ആണ് വരുന്നത്. അതിനാൽ സ്വസ്ഥാനസ്ഥനായ പ്രേരകനും പ്രകൃതിസ്ഥാനസ്ഥനായ പൂരകനും ധാത്വാത്മക വാദ തലങ്ങളിൽ ഗണിക്കപ്പെടാം. ആ രീതിയിലാണ് വാദത്തെ സംബന്ധിച്ചുള്ള പഠനം പോകുന്നത്. ദേഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ധർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാക്കി വാദത്തെ 10 തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. അതിൽ മുഖ്യന്മാരായ 5 എണ്ണം ഹൃത്പത്മത്തിൽ നിന്ന് പോകുന്ന 101 ഗുണം 100 ഗുണം 72,000 സ്രോതസ്സുകളിലൂടെ സഞ്ചരിക്കുന്നത് വ്യാപനോതി ഇതി വ്യാനഹ എന്നർത്ഥത്തിൽ വ്യാനനാണ്. വിഷ്ണു പാദാംബുജം നുകർന്ന് സഞ്ചരിക്കുന്നു എന്നാണ് കാവ്യ കേളിയിൽ അവർ പറയുന്നത്. എവിടെയെങ്കിലും ഇവൻ കോപിച്ചാൽ, വ്യാനൻ കോപിച്ചാൽ രക്തത്തിൻ്റെ സമ്മർദ്ദമുണ്ട്. അതിന് ആധുനികർ ഉപയോഗിക്കുന്നത് വ്യാധി വിപരീത ഔഷധങ്ങളാണ്. വളരെ അപകടകരങ്ങളാണ്. ആയുർവേദത്തിലെ തന്നെ രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ മുഖ്യമായ അമൽപ്പൊരി ഹൃദയത്തെ ബാധിക്കുന്നതാണ്. അതിലുപരി ആത്മഹത്യാപ്രവണതയുണ്ടാക്കുന്നതാണ്. സൂയിസിഡൽ ടെൻഡൻസി. വളരെ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ അപകടം തരുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ഹേതുവിനെയാണ്, വ്യാനന്റെ കോപത്തെയാണ് തടയേണ്ടത്. പചനത്തിൻ്റെ സ്രോതോ അശുദ്ധിയുടെ ഒക്കെ തലങ്ങളുള്ളതുകൊണ്ട് ധാതുപാകത്തിൽ വരെ എത്തുകയാൽ ഏറ്റവും ഫലപ്രദമായ ഔഷധം അന്നഭേദിയാണ്. സിന്ദൂരീകരിച്ച അന്നഭേദി കൈപ്പയിലയുടെ നീരിൽ അരച്ച് പുടം ചെയ്ത് കൊടുത്താൽ ഉത്തമം, ഇല്ലെങ്കിൽ അരച്ചു കൊടുത്താൽ ഉത്തമം. രോധത്തിന് വസ്തി കാരണമായി തീരുന്നത് കൊണ്ട് വസ്തി വിശുദ്ധിയുടെ ലോകങ്ങളിലേക്ക് എത്താൻ അല്പം ഞെരിഞ്ഞിലും ഏലത്തരിയും പൊടിച്ചു വെച്ച് 1 ടീസ്പൂൺ വീതം കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നതും ഉചിതമാണ്. അത് സ്ഥിരമാക്കരുത്. കിഡ്നിയെ സ്ഥിരമായി ഡയലേറ്റ് ചെയ്താൽ BP കുറയുകയും നീരുകൾ വറ്റുകയും ചെയ്യുമെങ്കിലും വൃക്കയെ അത് കാലക്രമത്തിൽ ബാധിക്കാനിടയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ കൊണ്ട് വൃക്കകളാണ് ഈ രംഗത്തെ ചികിത്സയിൽ പലപ്പോഴും നഷ്ടത്തിലെത്തുന്നത്. ആധുനിക ജീവിതക്രമം, സ്രോതോരോധം ഇവയൊക്കെ
രക്തസമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദത്തിൻ്റെ രംഗങ്ങളിൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഔഷധങ്ങൾ എത്തുകയും ചെയ്തതോടെ നൂറുകണക്കിന് ആളുകളാണ് വൃക്കരോഗങ്ങൾ കൊണ്ട് അലയുന്നത്. വളരെ നിർണായകമാണ് ഈ രംഗം. വൃക്കരോഗമെന്ന് വല്ലാത്തൊരു നിലയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡയാലിസിസിനുള്ള ഉപകരണങ്ങൾ വീടുകളിൽ തന്നെ വേണ്ടിവരുമെന്ന് തോന്നുന്നു. Am I right? ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരം കൊണ്ട് ആണ് പണ്ടുള്ളവർ ഇതെല്ലാം നോർമലാക്കിയിരുന്നത്. വീട്ടിലുപയോഗിക്കുന്ന കറിവേപ്പില കൊണ്ട് കൊളസ്ട്രോളും മുരിങ്ങയില കൊണ്ട് രക്തസമ്മർദ്ദവും ഒക്കെ നിയന്ത്രിച്ചു പോന്നിരുന്നു. കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഉപയോഗിക്കരുത്. ഒരു ദിവസം അതിന് വിഷമുണ്ടാവും, അത്രയേ ഉള്ളൂ. എല്ലാ ദിവസമൊന്നുമില്ല. ആ ദിവസം കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കർക്കിടക മാസം മുഴുവൻ ഉപയോഗിക്കാതിരുന്നാൽ മതി. വിരുദ്ധങ്ങൾ, സമ്പദ് വിരുദ്ധം, കാലവിരുദ്ധം, ദേശവിരുദ്ധം, അവസ്ഥാവിരുദ്ധം, ഇങ്ങനെ വിരുദ്ധങ്ങൾ ഒട്ടേറെയുണ്ട്. വിരുദ്ധാഹാരങ്ങളിൽ സൂക്ഷിക്കണം. ആഹാര വൈരുദ്ധ്യം ഗ്രഹണ സമയത്ത് കഴിക്കുക. കാലവൈരുദ്ധ്യം വരും, സംയോഗ വൈരുദ്ധ്യം വരും. ചില സാധനങ്ങൾ യോജിപ്പിച്ച് കഴിക്കുക. തേനും നെയ്യും സമമായി യോജിപ്പിക്കുക. അത് സംയോഗ വിരുദ്ധമാണ്. പാലും മീനും ഒരുമിച്ച് കഴിക്കുക സംയോഗ വിരുദ്ധമാണ്. ക്ഷീരം കുലദ്ധം പനസേന മത്സ്യൈഹി എന്ന പ്രമാണത്തിൽ പാലും മീനും, പാലും മുതിരയും, പാലും ചക്കപ്പഴവും. പക്ഷെ ഇതൊക്കെ പഴമക്കാരുടെ ആചാരവും അന്ധവിശ്വാസവുമാണ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ നേരിടാൻ പോയത്. ശരീരത്തിനൊരു രാസായനിക ശാസ്ത്രമുണ്ടെന്ന് നിങ്ങൾ മറന്നുപോയതുകൊണ്ടാണ്. ഒരു കെമിസ്ട്രി. പ്രാണനിലാണ് ഈ കുഴപ്പം വരുന്നത്. ധ്യാന പ്രാണന്മാരിൽ കുഴപ്പം വരുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന രണ്ട് പദാർത്ഥങ്ങൾ, വിരുദ്ധങ്ങളായ രണ്ട് പദാർത്ഥങ്ങൾ ചേരുമ്പോൾ ഒരു ഓക്സിജൻ കണം ഒറ്റയ്ക്കായിത്തീരും. അങ്ങനെ വരുന്ന ഓക്സിജൻ ഒരു പേരുണ്ട്, നെയ്സന്റ് ഓക്സിജൻ. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശരീരത്തിൽ 1 മുതൽ 4 വരെ % ഇതുണ്ടാകാം. വിരുദ്ധാഹാരങ്ങൾ ചെല്ലുമ്പോൾ ഇതിന്റെ % വർദ്ധിക്കും. നെയ്സന്റ് ഓക്സിജൻ കൂടിയാൽ ഒരു നെയ്സന്റ് ഓക്സിജൻ വേറൊരു ഓക്സിജനെ ഇണയെ കിട്ടാതെ ഓടും. എവിടുന്നെങ്കിലും പിടിച്ചു പറിച്ചൊരെണ്ണം എടുത്താൽ അത് നെയ്സന്റ് ആവും. ശരീരം മുഴുവൻ PCR-ഉം BCR-ഉം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഇവൻ മുന്നോട്ട് പോവുക. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇവിടെ ഏറ്റവും അപകടകരമാകുന്നത് ഈ സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡും സാന്തൈൻ ഓക്സിഡൈസും. നിങ്ങളുടെ ഒരു എൻസൈമാണ് സാന്തൈൻ ഓക്സിഡൈസ്. എക്സ് ആണ് കേട്ടോ ആദ്യത്തെ അക്ഷരം, എസ് അല്ല കേട്ടോ. എഴുതിയെടുക്കുകയാണെങ്കിൽ XANTH, സാന്തൈൻ ഓക്സിഡൈസ്. ഫോർമുല എനിക്ക് തോന്നുന്നത് C5H4
N4O2 ആണെന്ന് തോന്നുന്നു. നോക്കിക്കോണം കെമിസ്ട്രി ഒക്കെ. ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, നോക്കിയിട്ട് പറയുന്നതൊന്നും തെറ്റില്ല. ഇത് പെട്ടെന്നൊരു ആവശ്യം വന്നതുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കാൻ പറയുന്നതായതുകൊണ്ട് തെറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തിരുത്തിയൊക്കെ വായിച്ചോളാം. C5H4 N4O2 plus H2O2. അത് യോജിക്കുമ്പോൾ ഒരു ഓക്സിജൻ കണം മിച്ചമാവും, നൈസൻ്റാവും. ആ ഒരു ഓക്സിജൻ കുറയുന്നിടത്ത് നിങ്ങളുടെ സൈറ്റോളജിയിൽ ഗണ്യമായ മാറ്റം വരും. അപരിസംഖ്യേയങ്ങളായ പരമാണുക്കളിൽ വരുന്ന പരിമാണം വലിയ ചലനാത്മകതയ്ക്ക് കാരണമാവുകയും കോശങ്ങൾ മരിക്കുകയും ചെയ്യും. സൈറ്റോമോർഫിസത്തിൻ്റെയും സൈറ്റോ കാൽക്കുലസിൻ്റെയും ഒക്കെ തലങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ അവാച്യമായ അനുഭൂതി തരുന്ന പഠനങ്ങൾ അവിടെയുണ്ട്. ഹ്യൂമൻ സൈറ്റോളജിയുടെ കോശവിജ്ഞാനത്തിൻ്റെ പഠനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കൗശികൻ സർവാദരണീയനാണ്. എപ്പോഴാണോ നിങ്ങൾ കൗശികനാകുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾ വിശ്വത്തിന് മിത്രമാകുന്നുള്ളൂ. ഈ വിശ്വത്തെ അളക്കാനും അറിയാനും അനുഭവിക്കുവാനും കഴിയണമെങ്കിൽ നിങ്ങൾ വിശ്വാമിത്രനാവണം. കൗശിക തേജസ്സിന്റെ അഭൗമ ലോകങ്ങളിൽ സഞ്ചരിച്ച കൗശികൻ അസാധാരണനാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഈ വിജ്ഞാനമൊക്കെയാണ് യാഥാർത്ഥ്യബോധമില്ലാതെ ഒരു ജനത തമസ്കരിച്ചത്. ഇതൊക്കെ അവർ എഴുതി വച്ചിരിക്കുന്ന ഭാഷയും വർണ്ണാഭമാണ്. ഒന്നും അറിവില്ലാതെ അവാർഡുകൾ നേടുവാനും ഒന്നും അറിയാതെ ഉന്നതന്മാരാകുവാനും ഒന്നും അറിയാതെ ജനങ്ങളെ നയിക്കുവാനും കഴിയുന്നവരെ സൃഷ്ടിക്കണമെങ്കിൽ ഈ അറിവുകളെല്ലാം തമസ്കരിക്കേണ്ടത് അനിവാര്യമാണ്. പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രനായി മാറണമെങ്കിൽ ഇത് മാത്രമാണ് വഴി. വഴി പറയുന്നതാവും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമല്ലാതെ വരുന്നത്, അല്ലേ? കോശവിജ്ഞാന ശാഖ വളരെ വിപുലമാണ്. അതുകൊണ്ട് ദ്രവ്യങ്ങളെ പഠിക്കുമ്പോഴെല്ലാം കോശാന്തരങ്ങളോളം അറിഞ്ഞു പഠിക്കണം. ഇവിടെയെല്ലാം പ്രാണന്റെയും മുഖ്യനായ പ്രാണന്റെയും വ്യാനന്റെയും ഉദ്ഗാതാവായ ഉദാനന്റെയും ഭജിച്ച ആഹാരത്തെ സമമായി ഓരോരുത്തരത്തും എത്തിക്കുന്ന സമാനന്റെയും ഒക്കെ ചിത്രം ഗംഭീരമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ദേഹചലനത്തെ സംബന്ധിച്ചെല്ലാം ആയവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വളരെ വളരെ ശ്രദ്ധിച്ച്.
ആ നിലയിലാണ് കർമ്മവൈഷമ്യം ഉണ്ടാകാതെ ജീവിക്കണമെന്ന് അവർ പറഞ്ഞത്. ഇനി നമുക്ക് പിത്തത്തെ നോക്കാം. അഗ്നി, ധാതുരൂപ പിത്തം, ധാത്വഗ്നി, ജഡരാഗ്നി, ഇങ്ങനെ രണ്ടാണ്. ആഹാരസാരത്തെ രസാദി ധാതുക്കളാക്കി പരിണമിപ്പിക്കുന്ന എല്ലാ അഗ്നിയും ധാത്വഗ്നിയാണ്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം മുതലായവയാക്കി പരിണമിപ്പിക്കുന്നത് ധാത്വഗ്നികളാണ്. പിത്താശയദ്രവം, അഗ്നിയാശയദ്രവം, ആമാശയദ്രവം എല്ലാം ചേർന്ന് ജഠരാഗ്നി. എല്ലാം ദ്രവരൂപത്തിലുള്ള അഗ്നികളാണ്. ഗ്രഹണി പഠിക്കുമ്പോൾ അവിടെ പിത്തം ഖരരൂപത്തിലാണെന്നൊരു പ്രസ്താവം കണ്ടിട്ട് അരുണദത്തനാണെന്ന് തോന്നുന്നു. പിത്തത്തിന് അവിടെ ഖരത്വമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചെഴുതിയിട്ടുണ്ട്. അത് വ്യാഖ്യാനത്തിന്റെ ഭേദമാണെന്നാണ് തോന്നുന്നത്. വിദ്യാർത്ഥികൾ ഇരിക്കുന്നത് കൊണ്ട് സൂചിപ്പിച്ചു പോയതാണ്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതല്ല, മറ്റുള്ളവർക്ക്. ഇന്ദുവിനെയും അരുണദത്തനെയും ഒക്കെ സൂക്ഷിച്ചു പഠിച്ചാൽ MD പഠിക്കുമ്പോഴും മറ്റും പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വളരെ പ്രയോജനപ്രദമായൊരു മേഖലയായിരിക്കും. മൂലസിദ്ധാന്തങ്ങൾക്ക് MD എടുക്കുവാൻ പോവുകയാണെങ്കിൽ, അങ്ങനെ MD ഉണ്ടെന്ന് തോന്നുന്നു, ഇത് നല്ലൊരു വഴിത്തിരിവാണ്. പിത്തത്തിന്റെ ഖരത്വം അരുണദത്തനാണ് ആ വഴിയിൽ സൂചിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അരുണദത്തനെയും ഇന്ദുവിനെയും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും ലൈബ്രറികളിൽ. ഇല്ലെങ്കിൽ ഉടനെ പരിചയപ്പെടാം. നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്ന ഞങ്ങളെ ആരെയും പരിചയപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അരുണദത്തനെ പോലുള്ളവരെ പരിചയപ്പെട്ടാൽ മുതൽക്കൂട്ടാണ്. ഇന്ദുവിനെ പരിചയപ്പെട്ടാൽ വലിയ മുതൽക്കൂട്ടാണ്. ലൈബ്രറിയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചക്രപാണിയെയും ഡൽഹണനെയും ഒക്കെ പരിചയപ്പെട്ടില്ലെങ്കിൽ നഷ്ടമാണ് ഈ ജീവിതം. അതുകൊണ്ട് ജീവിത സൗഭാഗ്യത്തിന്റെ ഒട്ടേറെ മേഖലകൾ പുലുകിയ മഹാരഥന്മാരായ അവരുടെ കാൽനഖേന്തു മരീചികളെ പിന്തുടരുവാൻ നമുക്ക് ഒരുപാട് വഴിതെളിച്ചു തന്നിട്ടുണ്ട്. ആ അറിവിന്റെ സാക്ഷ്യം കുറച്ചൊന്നുമല്ല. ഒരു ജന്മം മുഴുവൻ പഠിച്ചാലും തീരുമെന്ന് തന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് ആ വഴിക്കും നിങ്ങൾക്ക് ശ്രമിക്കാം. ഞാനത് സന്ദർഭോചിതമായി ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, ഓർമ്മയിൽ വന്നതുകൊണ്ട്. അരുണദത്തനെ പെട്ടെന്ന് എങ്ങനെയോ പിത്തവും അതിൻ്റെ ദ്രവത്വവും വന്നപ്പോൾ തലച്ചോറിലൂടെ ഒരു മിന്നൽ അരുണദത്തനെ ഓർത്തുപോയതുകൊണ്ട് പറഞ്ഞതാണ്. പിത്താശയദ്രവം, അഗ്നിയാശയദ്രവം, ആമാശയദ്രവം എല്ലാം ചേർന്നാണ് ജഠരാഗ്നി. ജഠരാഗ്നിയും താത്വഗ്നിയും ചേർന്ന് ഒന്നിച്ച് കായാഗ്നി എന്നാണ് പറയുക. ഇത് ശരീരത്തിന്റെ പൊതുവായ ദാഹക കർമ്മമാണ്. ജഠരാഗ്നി രൂപമായ പിത്തത്തിനാണ് ദോഷവും മലത്വവും ഉള്ളത്. കൂടുതലായി പീത വിൺമൂത്ര നേത്ര ക്ഷുത്ര ദാഹാൽപനിദ്രദാഹ പിത്തം. ഇത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അഗ്നിക്ക് ഭാസ്വര ശുക്ലത്വമാണുള്ളത്. ആചാര്യന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസിദ്ധമായത് പിത്താശയസ്ഥമായ
അതിന് അന്യസംസർഗം കൊണ്ടാണ് മഞ്ഞ നിറമുണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതിയിലും വികൃതിയിലും ദേഹത്തിനുണ്ടാകുന്ന വർണ്ണാന്തരമെല്ലാം സംസർഗജന്യമാണ്. വാതം കറുപ്പ്, കഫം വെളുപ്പ്, മിശ്രത്തിൽ മിശ്രവർണം എന്നിവയെല്ലാം ഉണ്ടാകുന്നതിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. നിദാന പ്രക്രിയയിലും മറ്റും ഇത് വളരെ പ്രയോജനപ്പെടുകയും ചെയ്യും. പഠിക്കുമ്പോൾ ചികിത്സാ സമയത്ത് ഇതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് നോക്കാൻ നേരം കിട്ടില്ല. മനസ്സിലായില്ല? രോഗിയെ നോക്കുക, ഇത് എഴുതി വെച്ചിട്ട് അതേ നോക്കുക, എന്നിട്ട് നോക്കി പഠിക്കാൻ പറ്റൂല. അത് തലച്ചോറിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഭാരതീയർ ഇതിനെ സൂത്രരൂപത്തിലും ശ്ലോകരൂപത്തിലും ഒക്കെ രചിച്ചത്. മനസ്സിലായില്ല? മനോഹരമായ കവിതകളാക്കി ശ്ലോകരൂപത്തിലും കവിതാമയമായി സൂത്രരൂപത്തിലും ഇതെഴുതാനുണ്ടായ കാരണം അവ ഹൃദിസ്ഥമായി തലച്ചോറിൽ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ്. ആകെ അറിവിന്റെ ഒരു അല്പം മാത്രം ഉപയോഗിച്ച് വേണം ഇന്ന് ചെയ്യാൻ. ബാക്കിയൊക്കെ പുസ്തകത്തിലിരിക്കുകയാണ്. രോഗി മുമ്പിലെത്തുമ്പോൾ സമഗ്രമായി ഇതെത്തുമ്പോഴാണ് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എത്ര വേഗത്തിൽ കണ്ടെത്തുന്നുവോ അത്രയും ഫലപ്രദമാണ്. അല്പം ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുളമാവും. ചികിത്സ നിരുപദിഷ്ടമാണ്. പക്ഷെ രോഗികൾക്കും വിഷഗ്വരന്മാർക്കും ഒക്കെ ഇഷ്ടം ഇന്ന് ഇരുന്നിങ്ങനെ വർത്തമാനം പറയുന്ന വരുന്ന രോഗിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ? 3/4 മണിക്കൂർ വന്നപ്പോഴേ ആ ഡോക്ടർ കസേര ഇട്ട് തന്നിരുത്തി 3/4 മണിക്കൂർ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എവിടെയാണ്, ഭർത്താവ് എവിടെയാണ്, ഫോറിനാണോ എന്നൊക്കെ ചോദിച്ചു. വരുമ്പോൾ ഇന്റർനെറ്റുള്ളൊരു മൊബൈലൂടെ കൊണ്ടുപോരാനും എന്നോട് പറഞ്ഞു. മനസ്സിലായില്ല? വലിയ സന്തോഷമായി. ചികിത്സിച്ചില്ലെങ്കിൽ എന്താ, രോഗം മാറിയില്ലെങ്കിൽ എന്താ, ഞങ്ങൾ തമ്മിലൊരു ബന്ധമായി. മനസ്സിലായില്ല? അതുകൊണ്ട് മോളുടെ കല്യാണമായപ്പോ പന്തൽ നിറച്ച് ഡോക്ടർമാരായിരുന്നു. അതൊരു മേന്മയാണ്. വന്ന വരന്റെ കൂട്ടർക്ക് എനിക്ക് ഇവരൊക്കെ ആയിട്ടാണ് സമ്പർക്കം എന്ന് തോന്നിയപ്പോൾ ഒരു നിലയും വിലയൊക്കെ വന്നു. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ചികിത്സ ഇതല്ല. നിങ്ങൾക്ക് എന്നോട് വലിയ ദേഷ്യം വരുന്നത് ഈ തേങ്ങാപ്പീര വീഴുമ്പോഴാണ്, ഇല്ലേ? അതില്ലെങ്കിൽ അരിപ്പൊടി വേകുകയില്ലാത്തതുകൊണ്ടാണ്. സ്ഥാനകർമ്മങ്ങൾക്കനുസരിച്ച് പാചകം, രഞ്ജകം, സാധകം, ആലോചകം, ഭ്രാജകം എന്ന 5ആയി തിരിച്ചിട്ടുണ്ട്. പാചകവിത്തത്തിൽ തന്നെ 5 ഭൂതാഗ്നികളും 7 ധാത്വഗ്നികളും അന്തർഭവിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ഗഭത്തെ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. പൃഥ്വി ജലമയമാണ് കഫം. അതാണ് അതിന്റെ ഭൂതങ്ങൾ. അതുകൊണ്ടത് സ്ഥിരവും
ദ്രവവും എന്ന് രണ്ട് തരം. സ്ഥിരം പാർത്ഥിവം, എല്ലാ ശരീരങ്ങൾക്കും അതാണ് അവലംബം എന്നതുകൊണ്ട് ആ കഫത്തെ അവലംബകമെന്നും പറയും. പാർത്ഥിവമായ കഫത്തെ അവലംബക കഫം എന്ന് പറയും. എല്ലാ ശരീരാവയവങ്ങളെയും ജലം കൊണ്ട് ക്ലേദിപ്പിക്കുന്നത് കൊണ്ട് മറ്റതിനെ ക്ലേദകം എന്ന് പറയും. ഇങ്ങനെ രണ്ടാണ് കഫം. അതുകൊണ്ട് അതിനെ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. ഇത് മൂർത്തീകരിക്കപ്പെട്ട എല്ലാ ദ്രവ്യങ്ങളുടെയും ചർച്ചയാണ്. ദ്രവരൂപ കഫത്തിനു മാത്രമേ ദോഷത്വവും മലത്വവും പറഞ്ഞിട്ടുള്ളൂ. സ്ഥിരരൂപ കഫത്തിനില്ല. സ്ഥാനകർമാനുരോധന കഫം 5 ക്ലേദകം, അവലംബകം, ബോധകം, തർപ്പകം, ശ്ലേഷകം. ശ്ലേഷ്മധര കലാശ്രിതമായ കഫം, ലാലാദികളായ ദ്രവവിശേഷങ്ങൾ എല്ലാം ഇതിൽപ്പെടും. ഇതിൻ്റെ അണുത്വത്തിന് പരിണാമം പെട്ടെന്നാണ്. ശരീരത്തിൽ എവിടെയുമുള്ള കഫം അതിനെ പ്രവൃദ്ധമാക്കുന്ന ഒരു ശബ്ദം കൊണ്ടുവരെ പ്രവൃദ്ധമാവും. ഒരു 5 മിനിറ്റ് ഉള്ളിൽ നിഗൂഢമായ ഭാവത്തോടുകൂടി ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചാൽ, ഇവിടെ ഒരു ചോദ്യമില്ലേ, ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ എന്ത് സംഭവിക്കണം? അല്പം രഹസ്യത്തിൽ സംസാരിച്ചാൽ മൂക്കസ് മെമ്പറൈൻ മുഴുവൻ സജീവമാവും. മൂക്കളെ ഉണ്ടാവും. വർത്തമാനം പറയുന്നതിനിടെ നമുക്ക് നോക്കാൻ തുടങ്ങും. വൈകാരിക ചിന്തകൾ കടന്നുപോയാൽ സർവശരീരഗതമായിരിക്കുന്ന ധാതു ഓജസ് മേഘമാർഗത്തിലേക്ക് തുള്ളികുത്തിയെത്തും. ശരകൻ ഒരു ദിവസം വായനയിലൂടെ, സിനിമയിലൂടെ, റിയാലിറ്റി ഷോയിലൂടെ എത്ര പ്രാവശ്യം ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് കുറയും. ആധുനിക ജീവിതം ബലമുണ്ടാകാനുള്ളതല്ല, ബലം പോകാനുള്ളതാണ്. ശരി പോലെയുണ്ടോ? ശരി പോലെയുണ്ടോ? ഇതുകൊണ്ടൊക്കെയാണ് ഈ സാധനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും തടയണമെന്ന് ആക്ടിവിസ്റ്റുകളും പുരോഗമനകാരികളും പറഞ്ഞു. അവരുടെ വ്യവസായവും കച്ചവടവും ഒക്കെ നടക്കണമെങ്കിൽ ജനങ്ങൾ ആരോഗ്യബോധമുള്ളവരാവരുത്. ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലൈംഗിക സർജനത്തിന് സാധ്യതയുള്ളൊരു സാമീപ്യം ഉണ്ടായാൽ മതി, ഏകാഗ്രത പോയി കിട്ടും. ശരീരത്തിന്റെ താപനിലയ്ക്ക് മാറ്റം വരും. ഇതിന് പ്രത്യേകിച്ച് ബോധമോ പഠിപ്പോ വേണ്ട. കാരണം ഇത് എത്ര ലക്ഷം യോനികളിൽ ജനിച്ചു മരിച്ചാലും സ്ഥായിയായ ഭാവമാണ്, ജനിക്കാൻ കാരണമായ വികാരമാണ്. അതുകൊണ്ട് ഇത് മാത്രം പഠിക്കേണ്ടതില്ലായിരുന്നു. ആസ്ട്രേലിയയിൽ ഇപ്പോൾ
ഇന്ത്യക്കാർ ഇതിനുള്ള കോളേജ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏറെ താമസിയാതെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഇതും കൂടെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പ്രേമം, വിവാഹം മുതലായവയുടെ തിയറിയും പ്രാക്ടിക്കലുമുള്ള സ്കൂളുകൾ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞത്. 1 മാസമായെന്ന് തോന്നുന്നു. അഡ്മിഷൻ ഫുള്ളാണെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് പോകാൻ ആഗ്രഹിച്ചാൽ ഉടനെ കിട്ടൂല. ഇനി പുതിയ സ്കൂൾ തുടങ്ങണം. നിങ്ങളാരും വായിച്ചില്ല? ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ശരീരം ശ്രദ്ധിച്ചു വേണം കൊണ്ടുപോകാൻ. സ്ത്രീ പുരുഷ ബീജങ്ങളുടെ ചർച്ചയിൽ ഗർഭബീജമായി പരിണമിക്കുകയും അവ സൃഷ്ടിക്കായി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ശരീരം അസംഖ്യേയങ്ങളായ പരമാണുക്കളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ശരീരവാസ്തു പരമാണുഭേദേന അപരിസംഖ്യേയ ഭവതി എന്നതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അത് അതിസൂക്ഷ്മങ്ങളാണ്, ഇന്ദ്രിയാതീതമാണ്. അതിൻ്റെ സംയോഗ വിയോഗങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായി പഠിക്കേണ്ടത്. ചരകമാണിതിൽ വളരെ മുമ്പിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ശരീരസംഖ്യാധ്യായമാണെന്ന് തോന്നുന്നു. ഇവിടെയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇത് നോക്കി മറിച്ച് നോക്കിയൊക്കെ മനസ്സിലായിക്കൂല. അപ്പോ ശലകം, സെല്ല് അല്ലെങ്കിൽ കോശം, ആ നിലയിൽ അത് വിഭജിച്ച് പുഷ്ടി പ്രാപിച്ച് ശരീരത്തിൻ്റെ എല്ലാ സ്വഭാവധർമ്മങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ശരീരാരംഭക പരമാണു. ഇതിനെ ധാത്വാരംഭക പരമാണു എന്നും പറയാം. അവിടുന്ന് ഇത് വികസിച്ചു വരുന്നത്. ആ നിലയിൽ ആയുർവേദം അതിൻ്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് വരെ ചെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ 3 ഭാവങ്ങളെ, ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉൾക്കൊള്ളുവാനും അതിലെ സ്ഥിതികാലത്തിൽ, സൃഷ്ടികാലത്തിൽ എങ്ങനെ വേണം ആ സൃഷ്ടിയുടെ ചക്രം, അതിന് ആരോഗ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി വിവാഹം, ഗർഭാധാനം, പുംസവനം, സീമന്തം തുടങ്ങി 16 സംസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവയൊന്നും ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതും ഉണ്ടെന്ന് തോന്നുന്നില്ല. സംസ്കാരം എന്ന നിലയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. സംസ്കാരം എന്ന നിലയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. കിറ്റി, ഡിറ്റി, വിറ്റി, തെറ്റി എന്നൊക്കെ ഇടുന്ന. അതെ, അത് നല്ലത്. ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്. പേരിടുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു ജന്മം മുഴുവൻ കേൾക്കേണ്ട പേരാണ്. മനസ്സിലായില്ല? അച്ഛൻ്റെ പേര് ദാമോദരനെന്നും മനസ്സിലായില്ല. വീട്ടുപേര് കിഴക്കേതിലെന്നുമാണെങ്കിൽ കല്യാണിയെ KD കല്യാണി എന്ന് വിളിച്ചാൽ മനസ്സിലായില്ല.
ആ വിളിക്കുന്ന അധ്യാപകൻ ഹാജർ എന്നവൾ പറയുന്നതിന് മുമ്പ് ഒന്ന് ചിരിക്കും, ഒരു കൂട്ടച്ചിരി മുഴങ്ങും. അതവളുടെ ഒരു നടുക്കം രോഗമാവും. അപ്പോൾ ബുദ്ധിയുള്ള അച്ഛനോ അമ്മാവനോ ആ കുട്ടിയെ ചേർക്കാൻ പോകുമ്പോൾ അമ്മയുടെ പേരെങ്കിലും മാറ്റിയിട്ട് കൊടുക്കണം. മനസ്സിലായില്ല? അത്രയും ആരോഗ്യ സങ്കല്പം ഒരു ജനതയ്ക്ക് അനിവാര്യമാണ്. വെറും ഒരു ഇൻഷ്യലാണ് കേൾക്കുമ്പോൾ, മനസ്സിലായില്ല? 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമാണ്, പക്ഷേ അത് ഉണർത്തുന്ന ഭാവം, അതിനെ ആസ്പദമാക്കി ആൺകുട്ടികൾ ആരെങ്കിലും ആ ക്ലാസ്സിലുണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിച്ച് പരിഹസിക്കുന്നത്, നിരന്തരമായ കേൾവി. ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ ഇരിക്കുന്നു. സംസ്കൃത ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ വ്യാകരണമൊക്കെ പഠിക്കുമ്പോൾ വൃദ്ധി പോലും വരരുതെന്ന് നിർബന്ധമായി പറയുന്നു. പേരിടുന്നതിലൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ശൂന്യാക്ഷരങ്ങൾ വരരുതെന്ന് നിർബന്ധം പറയുന്നു. സങ്കല്പത്തില് അശൂന്യതാബോധം നിലനിൽക്കും വിളിക്കുന്നവന്റെ. കാരണം ശബ്ദം സാർത്ഥകമാണ്. ശബ്ദത്തിലെല്ലാം ഇരിക്കുന്നു. മനസ്സിലായില്ല? നാമകരണം പറഞ്ഞുകൊണ്ടറിയാതെ പറഞ്ഞത്. ഇതിൽ ഓരോന്നും എടുത്തു പറയുമ്പോൾ ഒരുപാടുണ്ടാവും. അത് മുഴുവൻ പഠിപ്പിച്ചു തരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതാണ് ഒരു വിഷമം. ഇത് നിർത്തി അതിൽ പോകേണ്ടിയൊക്കെ. വ്യാകരണ സൂത്രമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടാവുന്നതാണ്. അവശ്യം വ്യാകരണം പഠിക്കുകയും വേണം. അതുകൊണ്ട് പഴയ ആളുകൾ വളരെ സൂക്ഷിച്ചാണ് ഇത് കൊണ്ടുപോയി. അതുകൊണ്ട് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈടുവയ്പ്പുകൾ വളരെയാണ്. ഇന്ന് കുട്ടികൾ ഉണ്ടാകുന്നത് ആരോഗ്യം സങ്കല്പിച്ചോ ആരോഗ്യം കാംക്ഷിച്ചോ അല്ല. ഏറ്റവും ആരോഗ്യമുള്ള ക്രോമസോമുകളും ജനിതകങ്ങളുമുള്ള ബീജം മുഴുവൻ മെത്തയിലും പറമ്പിലുമൊക്കെയാണ്. ബാക്കി മിക്കവാറും നേരത്തെ തന്നെ കോളേജിലെയും സ്കൂളിലെയും വീടുകളിലെയും പൊതുസ്ഥലങ്ങളിലെയും സെപ്റ്റി ടാങ്കുകളിൽ. പിന്നീട് അവസാനത്തെ വാർദ്ധക്യത്തിന്റെ സന്തതി പരമ്പരകളായി ജനിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ ജന്മവികാരങ്ങൾ വാദമായി ജനിക്കുക സ്വാഭാവികവും. ആധുനികതയുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. IT മേഖല വികസിക്കുകയും കൂടെ ചെയ്തതുകൊണ്ട് ഇതിന്റെ അളവും ആഴവും എത്രയാണെന്ന് അളക്കാൻ പറ്റിയ അളവുകോൽ മനുഷ്യന്റെ കയ്യിലും ഇല്ലാതായിരിക്കുകയാണ്. അവിടെയാണ് നാം ആരോഗ്യ സങ്കല്പത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഉപനിഷത്തുകൾ വളരെ ഗംഭീരമായി പറയും, ജായാമേ സ്യാത് അധ. എനിക്കെന്തിനാണ് ജായ? എനിക്കെന്തിനാണ് ധനം? വിത്തം മേ സ്യാദധ. പ്രജാകാമനായതുകൊണ്ടാണ്
ജായയെ സ്വീകരിച്ചത്. ഇന്നോ ജായ എന്ന ശബ്ദത്തിന്റെ അർത്ഥവും ജനിപ്പിക്കുന്നവൾ എന്നാണ്. ആരെ? അവനവനെ, ഭർത്താവിനെ അവളിൽ ജനിപ്പിക്കുന്നു. എന്തിന്? തനു കരണേ തനു വിസ്താരേ. പാരമ്പര്യമായി ഭർത്താവിൻ്റെയും തൻ്റെയും പരമ്പരയിൽ നിന്ന് കൊണ്ടുവന്ന സങ്കല്പങ്ങളെ വിസ്തരിക്കുന്നതിന് വേണ്ടി, അവയെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. പിതാവിൻ്റെ സങ്കല്പങ്ങളെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അങ്ങനെ പിതാവിന് ഋണമോചനം വരുന്നതിന് വേണ്ടി എന്നൊക്കെ സങ്കല്പം. ഇത് പിതാവിൻ്റെ സങ്കല്പത്തിനെതിരായി ചെയ്ത് സാധിക്കുമെന്നാണ് ഗവേഷണം. എനിക്ക് ജായയെ വേണം. എന്തിന്? എൻ്റെ തനുവിനെ വിസ്തരിക്കാൻ തനുവില്ലെങ്കിൽ ബ്രഹ്മചര്യം തുടരാം, അല്ലാതെ തുടരരുത്. തുടരാൻ പറ്റൂല. കാരണം അതൊരവസ്ഥയാണ്. ആശ്രമധർമ്മങ്ങളുടെ തലങ്ങൾ രൂപപ്പെടുന്നത് അവിടെ വെച്ചാണ്. വിത്തം മേ സ്യാദധ കർമ്മ കുർവീയ. കർമ്മങ്ങൾ ചെയ്യാനാണ് ധനം, അല്ല ഒന്നിനും ഇത് കൊള്ളില്ല. അതിനാ വിവാഹം. ഒരനുഭൂതിയുടെ ലോകത്തേക്കുള്ള പ്രവേശന ദ്വാരമാണത്. അതുകൊണ്ടാണ് അതിന് പ്രാചീനർ പുണ്യാഹവും ലാജഹോമവും സപ്തപതിയും പാണിഗ്രഹണവും ഒക്കെ വെച്ചത്. പാണിഗ്രഹണത്തിൽ ഗൃഹണാമിതേ സൗഭഗത്വായ ഹസ്തം, ചടങ്ങിന് ക്ഷയിക്കാൻ കൊടുക്കുകയല്ല, കരം പിടിക്കുന്നത് സൗഭഗത്വത്തിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് അടി നടക്കാനല്ല. അതിൽ സപ്തപതിയിൽ വരൻ വധുവിൻ്റെ വലത്തുകാലിൽ പിടിച്ച് 7 ചുവടുകൾ വെപ്പിക്കും. ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസകൃതി, പദാർത്ഥാഭാവനി, തുര്യക. ഇതിലൂടെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാനും നീയുമായുള്ള ഈ ചർച്ചയിൽ വെച്ച് എന്നോട് ചേരുന്ന നിന്നെ ഇന്നു മുതൽ ശുഭേച്ഛയിലൂടെ, സുവിചാരണയിലൂടെ, തനുത്വം മനസ്സിന് വരുന്ന, മനസ്സിനെ സൂക്ഷ്മമാക്കുന്ന, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് എന്നോടുള്ള ചർച്ചയിൽ, ഞാനും നീയുമായുള്ള തന്ത്രയുക്തികളിൽ, കുലാചാരമനുസരിച്ചുള്ള കൗളമാർഗ തൽപര സേവയായിരിക്കുന്ന ദേവതയുമായുള്ള സംയോഗത്തിൽ വെച്ച് നിന്റെ അകക്കണ്ണുകൾ തുറക്കുകയും മനസ്സിന് തനുത്വം വരികയും ചെയ്യുന്നത് കൊണ്ട് നീ ഇന്നുവരെ ആരും കാണാത്തത് എൻ്റെ കൂടെ നിന്ന് കാണും. നിന്നെ ഞാൻ കാട്ടിത്തരാം. ഈ ദൃശ്യപ്രപഞ്ചമല്ല, ഇത് ആനന്ദിപ്പിക്കുന്നില്ല. തനുമാനസ, സത്വാപത്തിയുടെ, അസംസകൃതിയുടെ, പദാർത്ഥങ്ങളില്ലാത്ത പദാർത്ഥാഭാവനിയുടെ, ഭാവത്തിൻ പരകോടിയിൽ
സ്വയം അഭാവത്തിൻ സ്വഭാവം വരുമെന്ന് ആശാൻ പറയുന്നത് ഒരു വെറും പറച്ചിലല്ല. ആ പരകോടിയിൽ അനുഭവിപ്പിച്ച് പദാർത്ഥാഭാവനി, അത് കഴിഞ്ഞ് തുര്യകയിലേക്കുള്ള പ്രവേശനം, ഇതിനൊക്കെയാണ് വിവാഹം. ഇതാകപ്പാടെ ആസ് എ ബയോളജിക്കൽ നെസസിറ്റി, അങ്ങനല്ലേ? അല്ലേ? ബയോളജിക്കൽ നെസസിറ്റി ആയതുകൊണ്ട് വ്യവസായികൾ ഇറക്കിയ കോണ്ടംസും കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളും കോൺട്രാസെപ്റ്റീവ് ഗുളികകളും, അതിൻ്റെ ലോകത്ത് ശരീരവ്യാപാരം മാത്രമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുകയും ചെയ്ത് അന്തക്ഷോഭങ്ങൾ ഒരുക്കി മതിവരാതെ ഈ ലോകത്ത് മഹാരോഗങ്ങളും പിടിപെട്ട് ജീവിക്കുന്ന സന്ധ്യകൾ. ഇതല്ല ആരോഗ്യശാസ്ത്രം. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുവല്ല. കാരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, സൈലൻസ് ഈസ് വയലൻസ്. എനിക്ക് പേടി അതിനെ മാത്രമാണ്. പക്ഷെ എൻ്റെ ശബ്ദം മിക്കവാറും നിങ്ങളെ വയലന്റ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ആ സൈലൻസ് അല്ല കണ്ടത്, ആ സൈലൻസ് അല്ല കണ്ടത്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ കണ്ടതല്ല. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്, അത് അകത്തുണ്ടാക്കുന്ന ഒരു സംഘർഷമുണ്ട്. Am I right? അത് കൂടിയാൽ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ടൊരാളൊരു നോവൽ എഴുതി. ഒരു കപ്പലിൻ്റെ ഡക്കിലിരുന്നൊരു സ്ത്രീ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ നോവലാണ്. അയാളും ആ കപ്പലിൽ യാത്ര ചെയ്യുക. അപ്പം തൻ്റെ നോവലിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാണ് ഇവൾ നേരിടുക എന്ന് വിചാരിച്ച് ഇയാൾ പോയി അപ്പുറത്തിരുന്നു. ഇത് വായിച്ച് വായിച്ച് കയറും തോളും ഇവളുടെ ബോഡി ലാംഗ്വേജ് മാറാൻ തുടങ്ങി. ഒറ്റയ്ക്കാണ് ഇവളിരിക്കുന്നത്, ഇയാളെ ഇവള് കാണുന്നുമില്ല. അപ്പം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അയാൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുമ്പോഴാണ് ഇതെടുക്കൊരേറെറിഞ്ഞത് കടലിലേക്ക്. ഇതെറിയ മാത്രമല്ല, അവൾ കൈയൊക്കെ വലിഞ്ഞു മുറുകുകയും മുഖം വലിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു മാറ്റം വന്നാൽ എൻ്റെ ശരീരത്തിന് കേടുപാടുകൾ വരുമല്ലോ എന്ന് ഉറപ്പാണ്. എനിക്കെൻ്റെ ശരീരം വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്. തിലകം ചാർത്തി ചീകിയും അഴകായും ഒക്കെ കൊണ്ടു നടക്കുന്നത് ചെയ്യാനൊന്നും ഇല്ലെങ്കിലും അതുകൊണ്ട് രസകരമായി പറഞ്ഞതാണ്. മറിച്ച് മറ്റേ സൈലൻസ്, അൾട്ടിമേറ്റ് സൈലൻസ്, ഇറ്റ്സ് വണ്ടർഫുൾ. അപ്പം അത് ഓർമ്മിപ്പിച്ചതിന് പോലും അങ്ങേക്ക് നമസ്കാരം. ശങ്ക വേണ്ട. അതുകൊണ്ട് പതിനാറ് സംസ്കാരക്രിയകളും ഇതിനനുസരിച്ച് രൂപപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായി. അതിൽ പുംസവനം പുരുഷ പ്രജയ്ക്ക് വേണ്ടിയുള്ളതുമാണ്. അതിനുള്ള ഔഷധങ്ങളും അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പൂവാൻ കുറുന്തില മതിയാവും.
അതിൻ്റെ ഒരു നസ്യം മതിയാവും. ഇങ്ങനെയെല്ലാം അവർ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോ വാദം, പിത്തം, കഫം ഇവയെ വെച്ച് വളരെ വിപുലമായൊരു ഹേതു വിപരീത ചികിത്സ ആയുർവേദത്തിനുണ്ട്. അതാണ് ആയുർവേദത്തിൻ്റെ മുഖ്യ ചികിത്സാക്രമം. മറ്റത് 2 അംശങ്ങളാണ്: വ്യാധി വിപരീത ചികിത്സയും തദർത്ഥകാരി ചികിത്സ.